തൃശ്ശൂരിൽ പദമഴ പെയ്തു. അമ്മാടം, കോടന്നൂർ മേഖലകളിലാണ് പദമഴ പെയ്തത്. ദൃശ്യങ്ങൾ ആദ്യം. അതന്നെയല്ലത്. എസ് ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, സംസ്ഥാനത്ത് പല ജില്ലകളിലും വേനൽ മഴ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പദമഴ ഇങ്ങനെ ഉണ്ടാകുന്നത് വലിയ ആശ്ചര്യമുള്ളതാണ്. എന്ത് പ്രതിഭാസമാണിത്? എവിടെയൊക്കെയാണ് ഇങ്ങനെ പെയ്തത്? തൃശൂർ, കോടന്നൂർ, അമ്മാടം ഭാഗങ്ങളിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഈ മഴ, വേനൽ മഴ പെയ്യുന്ന ഒരു സമയത്ത് ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് രണ്ട് സാഹചര്യങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, തൊട്ടടുത്ത് ഏതെങ്കിലും ഫാക്ടറികളോ മറ്റോ ഉണ്ടെങ്കിൽ മലീമസമായ ആ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫോം ഉണ്ടാകുന്നു. അത് ഈ മേഖലകളിലൊക്കെ പടരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ വേനൽക്കാലങ്ങളിൽ ചില മരങ്ങളിൽ ഒരു പ്രത്യേക തരം അമ്ല രസമുള്ള ഇത്തരത്തിലുള്ള ഒരു പത ഫോം ചെയ്യാനുള്ള തരത്തിലുള്ള ചില സാമഗ്രികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് വെള്ളവുമായി പെട്ടെന്ന് വേനൽമഴ ഉണ്ടാകുമ്പോൾ അങ്ങനെ അതൊരു പതയായി രൂപപ്പെടുകയും ആ ഇടങ്ങളിലൊക്കെ തന്നെ ആ പത ആകെ പരക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സാധ്യതയായി വിദഗ്ധർ പറയുന്നത്. എന്തായാലും ഇത് ഈ ഒരു മേഖലയിൽ തൊട്ടടുത്ത് ഫാക്ടറികളോ കൗതുകത്തോടു കൂടിയൊക്കെ വന്ന് അങ്ങനെ ഇതൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിനൊപ്പം സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഈ അമ്ലമഴ അല്ലെ അമ്ല സാന്നിധ്യം, മറ്റേ മാലിന്യങ്ങളുടെയൊക്കെ സാന്നിധ്യമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശമോ മറ്റോ നൽകുന്നുണ്ടോ വിദഗ്ധർ? മറ്റെന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ മേഖല എന്ന് പറയുന്നത് അത്ര ഈ ഫാക്ടറികളോ മറ്റോ ഒന്നും തന്നെ ഉള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പരിശോധിച്ചിരിക്കുന്നു. ഇത് അല്പസമയം മുമ്പാണ്, ഏകദേശം ഒരു 5 മണിയോട് കൂടിയാണ് ഈ മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്തത്. ആ മഴയിൽ ആണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് ആ മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. പഞ്ചായത്ത് അധികൃതരും മറ്റ് ആരോഗ്യവകുപ്പ് അധികൃതരും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മേഖലയിൽ ഫാക്ടറികളൊന്നും തന്നെയില്ല, ഒരു പാടശേഖരത്തിനോട് അടുത്തുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിദഗ്ധ പരിശോധനകൾ ഇനി എന്തായാലും ആവശ്യമാണ്. നമ്മൾ ഈ കാലാവസ്ഥാ വിദഗ്ധരുമായും ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ രണ്ട് സാധ്യതകൾ നമ്മളോട് അവർ പറഞ്ഞത്. അതാണ് ഇപ്പോൾ ഞാൻ പങ്കുവച്ചത്. ശരി, ലിഷോയാണ് പറയുന്നത്. തൃശ്ശൂരിലാണ് പദമഴ അമ്മാടം, കോടന്നൂർ മേഖലകളിൽ പെയ്തത്.